കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും സർക്കാർ ഒഴിവാക്കി. നാളെയും മറ്റന്നാളും പ്രതിനിധി സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ലോക കേരള സഭ ഡയറക്ടറുടെ ചുമതല ആസിഫ് കെ യൂസഫ് IAS നൽകി സർക്കാർ ഉത്തരവിറക്കി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമാണ് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒഴിവാക്കിയത്. ഗവർണർ നിരസിച്ചതിനാൽ മുഖ്യമന്ത്രിയായിരുന്നു ലോക കേരള സഭ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാളെയും മറ്റന്നാളും നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ലോക കേരള സഭ ഡയറക്ടറുടെ ചുമതല ആസിഫ് കെ യൂസഫ് IAS നൽകി സർക്കാർ ഉത്തരവിറക്കി. നിലവിലെ ഡയറക്ടർ കെ വാസുകി IAS അവധിക്ക് അപേക്ഷിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ ചുമതലയ്ക്ക് പുറമെയാണ് ആസിഫ് കെ യൂസഫിന് ലോക കേരള സഭയുടെ അധിക ചുമതല. കഴിഞ്ഞ സമ്മേളനങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്നും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിട്ടില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് 4ാം പതിപ്പിന് തുടക്കമാകുന്നത്. 200-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 8 വിഷയാധിഷ്ഠിത ചർച്ചകളും മേഖലാ ചർച്ചകളും നടക്കും. 15-ന് ചർച്ചകളുടെ റിപ്പോർട്ടിംഗ്. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയും സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയും 4ാം ലോക കേരള സഭയ്ക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. 24 തിരുവനന്തപുരം.